ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹുവിന്റെ സന്തോഷമുള്ള ഇടമാകണം നമ്മുടെ കുടുംബജീവിതം. അങ്ങനെയാണ് കുടുംബജീവിതം വലിയ പ്രശ്നമാണ്. കുടുംബ ഇമ്പമുള്ളതാണ് കുടുംബജീവിതം. നമ്മളോ കുടുംബം കലഹമാണ്. ഓളെ മുഖത്ത് നോക്കിയ ഉസ്താദെ പ്രശ്നമാണ്. ഓൾ ഉറങ്ങിയിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് പോകും, ഓൾ ഉണരുന്നുമ്പോ ഞാൻ വീട്ടിൽ നിന്ന് പോകും. ഇവിടെ എന്താ ഭാര്യ ഭർത്താവിനെ വിളിക്കാം, എന്താ വിളിക്കാം? ഭാര്യ ഭർത്താവിനെ ഇവിടെ എന്താ വിളിക്കാം? എന്താ മക്കളെ? മക്കളോട് ചോദിക്കണ്ട. എന്താ വിളിക്കാം? പാപ്പമാരെങ്ങൾ എന്താ ഉറങ്ങാം? ഭാര്യയെ കെട്ടിയോനെ വിളിക്കണെന്താ? പറയും മനുഷ്യരെ, കർട്ടന്റെ പുറകില്ല, അവർ കേൾക്കൂല, ധൈര്യമായിട്ട് പറഞ്ഞോളി. എന്താ വിളിക്കാം? ഉസ്താദേ നിങ്ങൾ ബേജാറാക്കല്ലേ, എന്തെങ്കിലും ഓട് വിളിച്ചോട്ടെ, എന്തെങ്കിലും വിളിച്ചോട്ടെ, സമാധാനത്തോടെ ജീവിച്ച് കണ്ടാൽ മതി. ഇവിടെ എന്താ വിളിക്കുക? കർണാടക ഭാഗത്ത് പെച്ചായിന്നാ, പെഞ്ഞായി. എനിക്ക് തെറ്റിപ്പോയതാ. ഉസ്താദ് പറഞ്ഞു വെറൈറ്റി വിളി ആയിക്കോട്ടെ, പെച്ചായി ഒരു ഗ്ലാസ് ചായ എടുത്തേ. പിന്നെ മൂന്നാം പാത്തിക്കൂടെ പള്ളിയിൽ വന്നാൽ മതി. വിളിച്ചേക്കല്ലേ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ എന്താ വിളിക്കുക? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭാര്യമാര് ഭർത്താവിന്റെ പേര് വിളിക്കൂല. അതെ, ഇവിടെ എങ്ങനെയാണോ? അതെ, ഇവിടെ നോക്കിയേ, ഇങ്ങനെയാണ്. ആ കാലമൊക്കെ പോയി. കുറച്ച് സാമ്പത്തികമൊക്കെ വന്നപ്പോ ആ വിളി മാറി. പിന്നെ ഇക്കായി, ഇക്കാക്കെ, അതൊക്കെ മാറി. പെടാ വിളിയാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണം കുടുംബജീവിതം എങ്ങനെ സന്തോഷത്തിലാക്കാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ താത്തമാരിപ്പോ ചിന്തിക്കണം, എടിയേ ഈ മൊയ്ലിയാരും തുടങ്ങി പറയുമ്പോ പറയും കുടുംബജീവിതത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭർത്താവിന്റെ കാല് പൊട്ടി ഒലിക്കും, അത് നക്കിയെടുത്താൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. ഭാര്യ ഭർത്താവ് ദുനിയാവിലെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുവാണെങ്കിൽ ഓന്റെ മുന്നിൽ നിങ്ങൾ സുജൂദ് ചെയ്യണം. ഇത് കേൾക്കാൻ ആടി വെണ്ണേ ഞങ്ങൾ ഈ മഞ്ഞും കൊണ്ട് ഇവിടെ ഇരിക്കണം, ഇങ്ങേരും തുടങ്ങി. ഇന്ന് ഇത് പറയണില്ല. കേട്ട് ഉമ്മമാർക്ക് പറയണതേ ദേഷ്യം. ഇന്ന് കാക്കാമാർക്കെന്ന് വാങ്ങും, താത്താമാരെല്ലാം ടിപ് ടോപ്പാണ്. ഇവിടെ 916 ആണ്. ഇന്ന് വാപ്പമാർക്ക് വേണ്ടിയ വാക്ക് പറയണേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണെന്നറിയോ? ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോവാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷമായി ഉസ്താദ്, നിങ്ങൾ പറയും, നമ്മൾ കേട്ടോളാം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആര് വാക്ക് പറഞ്ഞാലും അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം താത്താമാരെന്ന് കുറെ സ്വർണ്ണം ഊരി മേടിച്ച് മദ്രസയ്ക്ക് വേണ്ടി പണിയണം, നിങ്ങൾ സ്വർണ്ണം തരുമെന്ന് സ്വർണ്ണം ഊരി മേടിച്ച അവസാനം നിങ്ങൾ നരകത്തിലാണ്. പെണ്ണുങ്ങളെ നിങ്ങൾ നരകത്തിലാണ്. ആ വാദം ഇവിടെ ഇല്ല. ഇന്ന് നമ്മൾ കാക്കാമാരെ കുറിച്ച് ആ വാദം പറയണേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ദുനിയാവിലെ ഞാൻ വലിയ ഭർത്താവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ, ഉസ്താദേ എന്റെ കുടുംബജീവിത സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ്, ആഹ്ലാദത്തിലാണെന്ന് പറയുന്നവരെ ഒന്ന് പഠിക്കുക. നമ്മുടെ കുടുംബജീവിതം സന്തോഷത്തിനാണോ, ആനന്ദത്തിനാണോ, ആഹ്ലാദത്തിലാണോ എന്ന് പഠിച്ചു വെക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, നിങ്ങളുടെ കുടുംബജീവിത സന്തോഷത്തിലാകണോ, ആനന്ദത്തിലാകണോ, ഒന്നാമതെന്റെ സ്നേഹനിധികളായ അങ്കടിമുഖന്റെ ഭർത്താക്കന്മാര് പഠിച്ചു വെച്ചോ. വിവാഹം അന്വേഷിക്കുന്നവര് പഠിച്ചു വെക്കുക. വിവാഹ ജീവിതത്തിലേക്ക് കടന്നുപോയവര് പഠിച്ചു വെക്കുക. പ്രായമുള്ളവരാകട്ടെ ആകാത്തവരാകട്ടെ, നിങ്ങളെ ദമ്പതികളായി ജീവിക്കുന്നവരാണോ, നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം എന്റെ പ്രിയമുള്ളവര്. ഒന്നാമത്തെ വിവാഹത്തിന് നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബ, ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? ഇഹ്തിറാമുർ റജുലു അൽ മർഅതു വ ഇക്റാമുഹാ. എന്റെ അങ്കടിമുഖറിലെ വാപ്പ, എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കുടുംബജീവിതം സന്തോഷിക്കണോ, നിന്റെ കുടുംബജീവിതം ആനന്ദിക്കണോ, നിന്റെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് വേണോ? ഒന്നാമത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വഹാബ, ഭർത്താവ് ഭാര്യയെ ആദരിക്കണമെന്ന്, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവ് ഭാര്യയെ ആദരിക്കണം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ ഭാര്യ വരുമ്പോ എന്ന് സല്യൂട്ട് അടിക്കണമെന്നല്ല.
ഭർത്താവ് ഭാര്യയ്ക്ക് ആദരവ് കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാര് പറയും, ഉസ്താദേ നിങ്ങൾ പറഞ്ഞു കൊടുക്കിൻ, നല്ല ശബ്ദത്തിൽ പറഞ്ഞു കൊടുക്കിൻ, ഓരോ ചെവി ഇത്തിരി പ്രശ്നമുണ്ട്, ഒന്ന് മൊത്തം കേൾക്കട്ടെ എന്ന് പറയുന്നുണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കുടുംബജീവിതം താറുമാറാകുന്നതിൽ അധിക കാര്യവും അധിക പ്രശ്നങ്ങളും ഉണ്ടാവുക എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അനാദരവാണ്. 10 പേരെ കാണുമ്പോൾ, നമ്മളെ കുടുംബക്കാരെ കാണുമ്പോൾ നമ്മൾ ഭാര്യയെ കളിയാക്കുക, ഭാര്യയെ കൊച്ചാക്കുക, ഭാര്യയെ കുറ്റപ്പെടുത്തുക. അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദനയുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, അത് നിന്റെ ജീവിതത്തെ താറുമാറാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ ആദരിക്കണം, ഭാര്യയെ ബഹുമാനിക്കണമെന്ന് നബി തങ്ങൾ പറയുമ്പോ അങ്കടി മുഖറിലെ ഉമ്മമാര് പഠിച്ചു. എല്ലാ പെണ്ണുങ്ങളെയും ആദരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, എല്ലാ പെണ്ണുങ്ങളെയും ബഹുമാനിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. നബി തങ്ങൾ പറയുന്ന സ്വഹാബാ, 4 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ ആദരിക്കണമെടാ, നിങ്ങൾ ബഹുമാനിക്കണമെടാ. ഞാൻ ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളുടെ വീടിനകത്തുള്ള ഭാര്യമാർക്കുണ്ടോ? നിങ്ങൾ ആദരിക്കപ്പെടേണ്ടവരാ, നിങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അങ്കണ മുതലിലെ ഉമ്മമാര് പഠിച്ചു വെച്ചോ, ഭർത്താവ് നിന്നെ ആദരിക്കുന്നില്ലെങ്കിൽ, ഭർത്താവ് നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ഭർത്താവ് നിനക്ക് സ്ഥാനമാനങ്ങൾ തരുന്നില്ലെങ്കിൽ, ഈ പറയുന്ന 4 സ്വഭാവ ഗുണങ്ങൾ നിനക്കില്ല എന്ന് നീ പഠിച്ചു വെക്കുക. അല്ലാഹുവേ, ദുനിയാവിൽ അല്ലാഹുവേ കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗത്തിലെ കടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് പഠിക്ക്. നമ്മളിപ്പോ പറയും, ഉസ്താദേ എന്റെ ഭാര്യ, ഞാൻ പറയണം ഓക്കെയാണ്, ഞാനൊരു വര വരച്ചാൽ അതിനപ്പുറം ഓള് കിടക്കൂല. പക്ഷെ എവിടെ വരയ്ക്കണമെന്ന് ഓള് തീരുമാനിക്കും, എവിടെ വര ഇടണമെന്ന് ഓള് തീരുമാനിക്കും. വെളിയിൽ വന്നിട്ട് വല്ല തേച്ച് മടക്കിയ പശയൊക്കെ നോക്കി വലിയ കാല് ഹാജിയാരൊക്കെ കടയിലൊന്നും, അതൊക്കെ എന്റെ ഉസ്താദേ എന്റെ ഓള്. ഞാനൊന്ന് കണ്ണുരുട്ടി പേടിച്ച ഒരു വര വരച്ചാൽ അതിനപ്പുറം പോകില്ല. പക്ഷെ ഈ കാക്ക എവിടെ വര ഇടണമെന്ന് ആര് തീരുമാനിക്കും? കാക്ക തീരുമാനിക്കും. പിടിവെള്ളം എവിടെയാ? അങ്ങനെയാകാൻ പാടില്ല. ഭർത്താവ് ഭാര്യ ആദരിക്കണം, ഭാര്യ ഭർത്താവ് ആദരിക്കണം. അങ്ങനെ ആദരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനെ ഒരു കുടുംബ ജീവിതം നിനക്ക് ആദരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ആ കുടുംബ ജീവിതം സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബാ, 4 സ്വഭാവ ഗുണമുള്ള പെണ്ണിനെ നീ ആദരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ആ 4 സ്വഭാവ ഗുണങ്ങൾ ഏതൊക്കെയാ? ഒന്നാമത് നബി തങ്ങൾ പറയുന്നു, വഹിയ ശരീകത്തു ഹയാതിഹി, നിന്റെ ജീവിത പങ്കാളിയാണെങ്കിൽ വലിയ പോകുന്ന ഏതെങ്കിലും പെണ്ണിനെ ആദരിക്കുക, ഏതെങ്കിലും പെണ്ണിനോട് ബഹുമാനം കാണിക്കുക, ഏതെങ്കിലും പെണ്ണിനോട് കൊഞ്ചിക്കൊള്ളുക, ഏതെങ്കിലും പെണ്ണിനോട് സൗഹൃദം പാലിക്കുക. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നില്ല, നിന്റെ ജീവിതത്തിലും മഹർ കഴിച്ചുകൊണ്ട് നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ആനന്ദത്തിലും ആഹ്ലാദത്തിലുമെല്ലാം നിരനുപോലെ കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടോ, ആ ഭാര്യയെ നീ ആദരിക്കണമെടാ, ബഹുമാനിക്കണമെടാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് സങ്കടം വരട്ടെ, എന്ത് വേദന വരട്ടെ, ഭർത്താവിനൊരു സങ്കടം വന്നാ, ഭാര്യക്കൊരു വിഷമം വന്നാ, എന്റെ പ്രിയമുള്ളവരെ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഭാര്യയുണ്ടോ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഭർത്താവുണ്ടോ, അവരെ പരസ്പരം ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ആദരിക്കണം. നമ്മളെന്താ ചെയ്യണേ? ഇപ്പൊ ഭാര്യ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന് ചായ കുടിച്ച് അല്ലെങ്കിൽ കാപ്പി കുടിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ വെറുതെ സിറ്റോട്ടിരിക്കുമ്പോൾ ഓള് പറയാണ്, ഇക്ക എനിക്ക് നല്ല തലവേദന. നമ്മളെന്താ പറയണേ? ആ വിക്സങ്ങാനുണ്ട്, ആ വിക്സങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് എടുത്തുകൊണ്ട് പോയി ഇട്ട് കൊടുക്കൽ അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളെന്താ പറയണേ? നമ്മൾ ഇരുന്ന ഇരിപ്പിൽ കൈ എത്തി ഫാനിടാൻ സ്വിച്ച് ഉണ്ടെങ്കിലും അടുക്കള നിൽക്കുന്ന ഓളെ വിളിച്ചിട്ട് നമ്മൾ പറയും, അതെ ഈ ഫാൻ എന്നിട്ട് നമുക്ക് എഴുന്നേറ്റ് സ്വിച്ച് ഇടാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമ്മളെണീക്കൂല, നമ്മളെണീറ്റ സീറ്റിൽ ആരെങ്കിലും ഇരുന്നാലോ അപ്പ നമ്മളെന്ത് ചെയ്യും? അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്ന ഓളെ വിളിച്ചിട്ട് പറയും, എടിയേ ഈ ഫാനൊന്ന് ഓണാക്കിയേ. ഇതാണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഒരു മേശപ്പുറത്ത് ഒരു സാധനം ഇരിക്കണം, നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാവുന്ന കാര്യവും. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അടുക്കളയിലോ മുറ്റത്തോ നിൽക്കുന്ന ഓളെ വിളിച്ചിട്ട് പറയും, അതിനെടുത്തേ. നമ്മളെന്നാലും എഴുന്നേൽക്കൂല.
അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ സന്തോഷം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബ, നിങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിനും കൂടെ നിൽക്കുന്നവളാകണം അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇശാ നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു വരികയാ. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നു വരികയാണ്. ഉമ്മമാരെ, നിങ്ങൾ കേൾക്കേണ്ട ചരിത്രമാ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ട ചരിത്രമാ. നമസ്കാരം കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിന് നിങ്ങൾ കുറവ് വരുത്തല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. മുത്ത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ നമ്മുടെ നേതാവാണ്. ഏതൊരു നേതാവിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കണോ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കൂടി. മണിമുത്ത് നൂറൊളിവേ മദ്ഹൂദി ഞാൻ നിലാവേ മാനസം ത്വയ്ബാവിൽ ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല എന്നിലെ മോഹം മാത്രം തീർത്തിടാനായി ഏറെ ശിഫയില്ല മണിമുത്ത് നൂറൊളിവേ മദ്ഹൂദി ഞാൻ നിലാവേ മാനസം ത്വയ്ബാവിൽ ചേർത്തിവ പാടി നേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മദീനയുടെ മന്ദമാരുതനെ നബി മുഹമ്മദ് മുസ്തഫ മക്കയുടെ നിലാവേ നബി മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ കഷണം കഷണമായി മുറിക്കപ്പെട്ടാൽ ഞങ്ങളെ സ്നേഹബന്ധം ചെന്ന് ഹൃദയം ചെന്ന് ചേരാൻ ആഗ്രഹിക്കുന്ന മദീനയുടെ മണവാളനെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് പഠിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്തിന് കുറവ് വരുത്തല്ലേ. ആ മുത്തനബി തങ്ങള് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബിബി അടുക്കളയില. നബി തങ്ങള് പറയുന്നു, ആയിഷ ആയിഷ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു ആയിഷ, എനിക്ക് തലവേദന എടുക്കുന്നു ആയിഷ, എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് ആയിഷ, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് ആയിഷ എന്ന് നബി തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹനിധിയായ ഭാര്യ ചെയ്ത കാര്യം കേൾക്കണോ. പെങ്ങളെ, വെറുതെ കുടുംബജീവിതത്തിൽ തോന്നിയതുപോലെ ജീവിച്ചാ പോരാ. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് വെറുതെ കേട്ട് കളയാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആയിഷ ബീവിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആയിഷ ബീവി ഓടി വരികയാ. ഓടി വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, യാ റസൂലല്ലാഹ്, ഒന്നിങ്ങോട്ടൊന്ന് കടന്നു വരുവോ യാ റസൂലല്ലാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവർ ആയിഷ ബീവി മടിത്തട്ടിൽ കാണിച്ചു കൊടുക്കുകയാണ്. ആയിഷ ബീവി നിലത്തിരിക്കുന്നു. ആയിഷ ബീവി നിലത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിയിലേക്ക് പിടിച്ചു കിടത്തിയെന്ന എന്നിട്ട് തലയിലൂടെ തടവി കൊടുക്കുകയാ. എന്നിട്ട് പറയുന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ വേദനിക്കണ്ട, ഞാനില്ലേ നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു
അല്ലാഹു തആല പറയുകയാണ്, അങ്ങനെ ഒരു സ്വഭാവ ഗുണമുണ്ടാകണമമ്മ. ഭർത്താവ് ജോലി ചെയ്ത് ക്ഷീണിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ, ഒരു പ്രയാസം പറഞ്ഞ, അവനോട് സങ്കടങ്ങളിൽ വിഷമങ്ങളിൽ ഭാഗമാകാക നിനക്ക് കഴിയണം. അതിന് അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഭാഗം ഭർത്താവ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, രണ്ടാമത് പെണ്ണിനെ ആദരിക്കേണ്ട ഏത് പെണ്ണിനെയും അറിയോ? വറബ്ബത്തു ബൈതിഹി, ഭർത്താവിന്റെ വീടിനെ സംരക്ഷിക്കുന്നവളാണ്. ഭർത്താവില്ലാത്ത സമയത്ത് അവന്റെ സമ്പത്താകട്ടെ, അവന്റെ മക്കളെ ആകട്ടെ, അവന്റെ കുടുംബത്തെ ആകട്ടെ, അവന്റെ മാതാപിതാക്കളെ ആകട്ടെ ബഹുമാനിക്കുന്ന ഭാര്യയുണ്ടോ? അവരെ നിങ്ങൾ ആദരിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഉമ്മമാര് വിഷയമൊന്ന് ശ്രദ്ധയോടെ കേൾക്കുവോ, നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചൊന്ന് കേൾക്കുവോ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലഘട്ടം വല്ലാത്ത മോശത്തരത്തിലാ. മൊബൈൽ ഫോണുകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാ. ഉമ്മാനെ നോക്കാൻ സമയമില്ല, വാപ്പാനെ നോക്കാൻ സമയമില്ല, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, മക്കളുടെ കാര്യം നോക്കാൻ സമയമില്ല. 24 മണിക്കൂർ മൊബൈൽ ഫോണിന്റെ പുറകെ അടയിരിക്കുന്ന എന്റെ ഉമ്മമാര് പഠിച്ചു വെച്ചോ. നിന്നെ ആദരിക്കാൻ മുത്ത് ഹബീബ് പഠിപ്പിച്ചിട്ടില്ല ഉമ്മ, നിന്നെ ബഹുമാനിക്കാൻ മുത്ത് ഹബീബ് പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാ, ഭർത്താവിന്റെ കുടുംബക്കാര്, ഭർത്താവിന്റെ മാതാപിതാക്കള്, ഭർത്താവിന്റെ സമ്പാദ്യമല്ല നീ നല്ലതുപോലെ പരിചരിക്കുന്നവളാണ്, അവനെ നീ നന്നായി പരിഹരിക്കുന്നവരാണ്. നിന്നെ ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൂന്നാമത് നിങ്ങൾ ആദരിക്കേണ്ട പെണ്ണാരെന്നറിയോ? നിങ്ങൾ ബഹുമാനിക്കുന്ന പെണ്ണാരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മൗദിഉ സിർരിഹി, ഭർത്താവിന്റെ രഹസ്യങ്ങളെ സൂക്ഷിക്കുന്ന ഭാര്യയാരുണ്ടോ അവരെ നിങ്ങൾ ആദരിക്കണേ, അവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് ഒരു രഹസ്യം പറഞ്ഞ അത് വെളിവിടാൻ പാടില്ല. അല്ലാഹുവേ, നമ്മളെ ഭാര്യമാരോട് ഇശാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് പോവാണ്. പള്ളിയിൽ നിന്ന് പോയിട്ട് നമ്മള് ഭാര്യയോട് പറയാണ്, നീ അറിഞ്ഞോ? ഇല്ല, എന്താ? ഇന്നേ ആ തെക്കേ പറമ്പിലെ സുലൈമാനിച്ചാടെ മോള് ആരോടെ പോയെന്ന് പറയുന്നു. നീ ആരോടും പറയല്ലേ? ഇല്ല, അല്ലാഹ് ഞാൻ പറയൂല. അല്ലാഹുവേ, അല്ലാഹ് ഉമ്മാണ് വാപ്പാണ്, ഞാൻ ആരടുത്തും പറയൂല. കുറെ സത്യം. പിന്നെ താത്താക്ക് വെന്റിലേറ്റർ കിടക്കുന്ന രോഗിയെ പോലെയാണ്. ഓക്സിജൻ കിട്ടാത്ത ഈ കുക്കറിനെ പോലെയാണ് ഉമ്മമാര്. എത്ര അടച്ചു വെച്ചാലും വിസിൽ വെളിയിൽ കേൾക്കും, അത് ഉറപ്പാണ്. ഇവിടെ ഉള്ളവരെ കുറിച്ചല്ലേ സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ നാട്ടുകാരെ കുറിച്ചായി പറയണം. ഇവിടെ ഉള്ളവർ 916 ആണ്. ഈ കുക്കറിനെ പോലെയാണ്. എത്ര സാധനം ഇരുന്നാലും സൗണ്ട് 10 പേര് അറിയും, അത് ഉറപ്പാണ്. അതുപോലെയാണ് താത്താക്ക്. പിന്നെ സമാധാനം ഇല്ല. അപ്പൊ പിന്നെ നേരിട്ട് കാണണ്ട, വാട്സപ്പ് വഴി അറിയിച്ചു കൊടുത്താൽ മതി. ഒന്നുമില്ലല്ലോ, ഇപ്പൊ എല്ലാം വാട്സപ്പാണ്. അടുക്കള വെക്കുന്ന ഭാര്യയോട് കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ് എടി എനിക്കുള്ളത് ചായ വേണമെന്ന് പറയണ വാട്സപ്പിലാണ്. നേരിട്ട് സംസാരിക്കില്ല. ഇന്ന് ആരെങ്കിലും നേരിട്ട് സംസാരിക്കുന്നുണ്ടാവും? ഇന്ന് മക്കളാ, എത്ര മക്കളാണ് വാപ്പയോട് സംസാരിക്കണേ? മാതാപിതാക്കളോട് സംസാരമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു കൈ കൊണ്ട് കഴിക്കും, ഒരു കൈ ഇങ്ങനെ. പണ്ടത്തെ ഉമ്മമാര് വെറ്റിലയിൽ ഇങ്ങനെ ചുണ്ണാമ്പ് തേക്കുമ്പോൾ ഇങ്ങനെ തോണ്ടല്, ശരിയല്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ വേണം, ഉറങ്ങുമ്പോഴും മൊബൈൽ വേണം. വെള്ളിയാഴ്ച പള്ളിയുടെ ഒരു മൂലയോ അല്ലെങ്കിൽ 2 നില പള്ളിയാണെങ്കിൽ 2ാമത്തെ തല ചെറുപ്പക്കാർക്ക് വേണ്ടി വഖഫ് ചെയ്തേക്കോ പള്ളിക്കാർ. എന്ത്? അവിടുത്തെ സിനിമ സെൻഡ് ചെയ്യണം പള്ളിയിൽ. വെള്ളിയാഴ്ച മൊബൈൽ സെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ ഉസ്താദ് വാളെടുക്കുമ്പോൾ ഇതിനും യമവിടെ വെട്ടും പൊട്ടും റാത്തി കൊടുത്ത മൊബൈലിൽ ഫ്രീ ഫയർ കളിക്കുക, ഗെയിമിംഗ് ആണ്. മൊബൈൽ ഇപ്പൊ അതിന്റെ കേന്ദ്രമാണ്. തിരക്കാണ് നമുക്ക്. പിന്നെ വിളിക്കാം, ഞാൻ സുജൂദില്ല, പിന്നെ വിളിക്കാം. നിസ്കാരത്തില്ല, ഓ സുജൂദിൽ കിടക്കുമ്പോഴാ കോൾ വരുന്നത്. ഇപ്പോഴത്തെ സെറ്റാണെങ്കിൽ ഹലാക്കിന്റെ മൊബൈലാണ്. ഹൗദിൽ കിടന്നാലും ബെല്ലടിക്കും. വാട്ടർ പ്രൂഫ് ഫോണുകൾ. ഹൗദിൽ കിടന്നാലും ബെല്ലടിക്കും. പിന്നെ വിളിക്കാം. ഓക്കെ, മൊബൈൽ ഫോൺ ഇല്ലാത്ത കളിനൊന്ന് ചിന്തിച്ചു നോക്കിയേ. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഒറ്റയ്ക്കിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളിങ്ങനെ അങ്ങോട്ട് നടക്കും, ഇങ്ങോട്ട് നടക്കും, ആരെങ്കിലും കണ്ട് വർത്താനം പറയാം, അല്ലെങ്കിൽ വെളിയിൽ ചായ. ഇപ്പോൾ വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കണം. വാപ്പ ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കിടന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ആരെങ്കിലും അടുത്തുണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കും. ഒറ്റയ്ക്കിരിക്കാൻ പറ്റും. ഇപ്പോൾ വാപ്പ വെന്റിലേറ്ററിൽ കിടന്നാൽ 3 ദിവസം അവിടെ കിടന്നാലും നമുക്ക് ഫുൾ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. വാപ്പ കിടന്നാലും ഉമ്മ കിടന്നാലും നമ്മളും നമ്മുടെ ലോകത്തിലുമാണ്.
എത്ര ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്നാണ് നമുക്കൊരു പ്രശ്നമില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിച്ചു വെക്ക്. ഇന്ന് മൊബൈൽ ഫോണിന്റെ കാലാണ്, എല്ലാം അങ്ങനെ തന്നെ. എല്ലാം മൊബൈൽ ഫോണിലൊക്കെ ഒരു കളിയില്ല. അള്ളാഹു ഈമാൻ അനുഗ്രഹിക്കുമാ. ശരിയല്ലേ? നമ്മളിപ്പോ നിസ്കരിക്കാന്ന് വിചാരിക്കാം, നിസ്കരിച്ചോണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹ്. നമ്മുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്പർ 1 നിസ്കാരം. നമ്മളിങ്ങനെ കൈ കെട്ടി അല്ലാഹു അക്ബർ, വജ്ജകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പടച്ചവനെ, ഞായറാഴ്ച അന്തരിച്ചാന്റെ മോളെ കല്യാണം, എന്നെ മോളെ കെട്ടിച്ചപ്പോ ഒരു 2000 കൊണ്ടു തന്നു. അല്ലാഹുവേ, എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, അണ്ണാച്ചി അടുത്ത മാസം വരും, പൈസ കൊടുക്കണം. ഇതൊക്കെ വജ്ജകത്ത് ഓതി ഫാത്തിഹയും തീരാറായി, ആമീൻ. കണക്കുകളൊക്കെ അവിടെ ക്ലിയർ ആണ്. നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത്തയ്യാത്തിരിക്കുമ്പോ മെസ്സേജ്. പിന്നെ നമുക്ക് ആരപ്പായി മെസ്സേജ് അയച്ച് നമുക്ക് വെപ്രാണ്, ആരെന്ന് നോക്കിയിരിക്കും, നമുക്ക് സമാധാനം വരില്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ്, നമ്മളപ്പോഴും മൊബൈൽ എടുത്ത് നമുക്ക് സമാധാനം ഇല്ല. നമുക്ക് അല്ലാഹു ഈമാൻ നൽകിയിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സ്വഹാബ, ഭർത്താവിന്റെ രഹസ്യം ഭാര്യയാകട്ടെ, ഭർത്താവിന്റെ രഹസ്യം ഭർത്താവാകട്ടെ, ആരോടും പുറത്തു പറയാൻ പാടില്ല. അത് നിന്റെ ഉള്ളറയിലായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരിക്കേണ്ട 4ാമത്തെ പെണ്ണാരം അറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ മക്കളുടെ ഭാര്യ, നിന്റെ മക്കളുടെ മാതാവാ. നിനക്ക് മക്കളെ തന്നതവളാ. ആ ഒരൊറ്റ കാരണത്തോ അവളെ നീ ആദരിക്കണം. ചെറുപ്പക്കാരാ, അവരെ നീ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഏറ്റവും വലിയ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ആർക്കെന്നറിയോ? 1ാമത്തെ പ്രസവം കഴിഞ്ഞ് 2ാമതും ഗർഭവതിയാകാനും മനസ്സ് കാണിക്കുന്ന ഉമ്മയുണ്ടല്ലോ, പെങ്ങളുണ്ടല്ലോ, അവർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ, ധൈര്യത്തിന് അവാർഡ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നത് അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സഹാബ, അതുകൊണ്ട് നിന്റെ മക്കളെ നൽകിയ നിന്റെ ഭാര്യയുണ്ടല്ലോ, അവൾക്ക് നീ ആദരവ് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കാരണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗ്ഗമെന്ന്. അൽ ജന്നത്തു തഹത ഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗ്ഗം. എന്റെ ചെറുപ്പക്കാരാ, എന്റെ അങ്കടി മുകളിലെ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ആദരിച്ച, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബഹുമാനിച്ച, നിങ്ങളെ കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. അല്ലൗലാദ് സിർറുൽ വാലിദിഹി, മക്കള് മാതാപിതാക്കളുടെ രഹസ്യമാ, മക്കള് മാതാപിതാക്കളുടെ രഹസ്യമാ. നീ നിന്റെ ഭാര്യയെ ആദരിച്ച, നീ നിന്റെ ഉമ്മയെ ബഹുമാനിച്ച, അത് കണ്ടു വളരുന്ന മക്കളുണ്ടല്ലോ, അവരും നിന്നെ പോലെ നിന്റെ ഭാര്യയെ ആദരിക്കുന്ന, അവരുടെ ഉമ്മയെ ആദരിക്കുന്നവരാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്റെ അങ്കടി മുതലുകാരെ, ഇന്ന് തലമുറകൾ കൈവിട്ട കളികളെ കൊന്ന കാലമാ. അല്ലാഹുവേ, ലഹരികൾ കടിമകളായിക്കൊണ്ട് പാപ്പയാരും അറിയില്ല, ഉമ്മയാരും അറിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയമുള്ളവരെ, താമരശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്താണല്ലോ സുബൈദ എന്ന് പേര്
വേരുള്ള 10 മാസം ചുമന്ന മരണതുല്യമായ വേദന സഹിച്ച് പ്രസവിച്ച അല്ലാഹുവേ, ആ പൊന്നുമ്മാന്റെ കഴുത്തിലെ കത്തിവെച്ചത് ആശിക്കെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാ. എന്തിന്റെ പേരിലാ? അല്ലാഹ് ഭ്രാന്ത് പിടിച്ചതിന്റെ പേരിലല്ല. എന്റെ പ്രിയമുള്ളവരെ, ലഹരികൾ കടിമകളായതിന്റെ പേരിലാ. എന്നെ ചുമന്ന ഉമ്മയാണല്ലോ, എന്നെ പ്രസവിച്ച ഉമ്മയാണല്ലോ. ആ 10 മാസം ചുമന്ന ഉമ്മയുണ്ടല്ലോ, ഉമ്മാന്റെ പള്ളക്ക് കത്തി കയറ്റുമ്പോ ആ ഉമ്മ വേദനിച്ചിട്ടുണ്ടാകൂലേ? മരണതുല്യമായ വേദന സഹിച്ച് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, അതിനേക്കാൾ വേദന ഉമ്മാക്കുണ്ടായി കാണൂലേ? എന്നിട്ടും എന്റെ പ്രിയമുള്ളവരെ, നാൽക്കാലികളൊക്കെ അതപ്പതിച്ചു പോയവരായി നമ്മുടെ സമുദായം മാറിപ്പോയില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അവർക്ക് 2 കണ്ണുകളുണ്ട് കാണുന്നില്ല, 2 ചെവികളുണ്ട് കേൾക്കുന്നില്ല, ഹൃദയങ്ങളുണ്ട് ചിന്തിക്കുന്നില്ല. അവരാരും അറിയോ? അവര് നാൽക്കാലികളെ പോലെയാ, അവര് നാൽക്കാലികളെ പോലെയാ. എന്നിട്ട് ഖുർആൻ പറഞ്ഞിട്ട് മതി വരുന്നില്ല. ഇല്ല ഇല്ല, നാൽക്കാലികളെന്നല്ല, ബൽഹും അദല്ല. അവര് നാൽക്കാലികളെക്കാൾ അത് പതിച്ചു പോയവരാ, അവര് നാൽക്കാലികളെക്കാൾ അത് പതിച്ചു പോയവരാ. എന്റെ പ്രിയമുള്ളവര്, സ്വന്തം ഉമ്മാന്റെ പള്ളക്ക് കത്തി കയറ്റുന്ന, പാപ്പാന്റെ കഴുത്തിൽ കത്തിവെക്കുന്ന, സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന ഉമ്മമാരുടെ കാലമാ. സ്വന്തം മക്കളെ അതാ ഉപേക്ഷിച്ചുകൊണ്ട് കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ വാർത്തകളാ നമ്മൾ കേൾക്കുന്നത്. ഇതെന്തിന്റെ പേരിലാണ് എന്റെ പ്രിയമുള്ളവര്? നമ്മുടെ സമുദായം നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാ? പരസ്പര വിശ്വാസത്തിന്റെ പ്രശ്നം കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂല് കാണിച്ചു തന്ന ഉത്തമമായ കുടുംബജീവിതം ഇസ്ലാമികമായ രീതിയിൽ നമ്മൾ ജീവിക്കാത്തതിന്റെ പേരിലാണെന്ന് മറന്നു പോകല്ലോ. ഇന്ന് അങ്കടി മുതൽ 2 നില വീട് വന്നപ്പോ, കുറച്ച് പണം കിട്ടിയപ്പോ, നിനക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിയപ്പോ, നിന്റെ പുറകിൽ അണിനിരക്കാൻ കുറച്ച് ആളുകൾ കടന്നു വന്നപ്പോ, അള്ളാന്റെ പള്ളി മിനാരങ്ങൾ നിനക്കുന്ന നാണക്കേടാ, അള്ളാന്റെ മദ്രസകൾ നിനക്കുന്ന വേണ്ട, അള്ളാന്റെ ദീനീ പ്രഭാഷണങ്ങൾ നിനക്ക് വേണ്ട, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെയല്ല പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞുകൊണ്ട് അലങ്കാരത്തോടെ ആർഭാടത്തോടെ നടക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ല ഇല്ല, ഈ ദുനിയാവ് നിനക്ക് പരാജയമാ. ഹസറത്ത ദുനിയാവല്ലാഹിറ, ദുനിയാവും ആഖിറവും നിനക്ക് പരാജയത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഉത്തമ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ഒന്നാമത് നബിതങ്ങൾ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ആദരിക്കുന്നവനാകണം, ബഹുമാനിക്കുന്നവനാകണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അടയാളം അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അയ്യകൂന സൗജു സാദിഖൽ മുഹിബ്ബീൻ, യഥാർത്ഥ സ്നേഹമുള്ളവരാകണം. ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാകാൻ പാടില്ല, കളങ്കമുള്ള സ്നേഹമാകാൻ പാടില്ല. സ്വന്തം ഭാര്യയുടെ മുന്നിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് വെച്ചിട്ട് പോയാ നമ്മുടെ ഹൃദയമെടുപ്പ് നമുക്കിന്ന് കൂടുതലാ. നമ്മുടെ മൊബൈൽ ഫോണില് SBIയുടെ ലോക്കറിൽ പോലും എത്രമാത്രം പാസ്വേഡുകൾ ഉണ്ടാവൂല. നമ്മുടെ വാട്സപ്പിന് ലോക്ക്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിന് ലോക്ക്, ഫേസ്ബുക്കിന് മറ്റൊരു ലോക്ക്, ആ മൊബൈൽ ഫോൺ തുറക്കണമെങ്കിൽ മറ്റൊരു ലോക്ക്. അങ്ങനെ ഒരുപാട് ലോക്കുകളുടെ രഹസ്യ സങ്കേതമായി നമ്മുടെ മൊബൈൽ ഫോൺ മാറിയെങ്കിൽ എന്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ പരസ്പര കളങ്കമില്ലാത്ത സ്നേഹമായി നിങ്ങൾ ജീവിച്ചു പോയാ നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം കളങ്കമില്ലാത്ത സ്നേഹമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആയിഷ ചോദിച്ചു, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചോദ്യം. ആയിഷ ബിബി ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന, നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്നിട്ട് ഭാര്യയോട് ചോദിക്കണം, എടിയേ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? എന്താ മറുപടി? അതാണ് നമ്മുടെ ഉത്തരം, അതാണ് ഉത്തരം. ചിലപ്പോ ഇടി പേടിച്ചോള് പറയും, അള്ളാണ് മച്ചാ നിങ്ങൾ തന്നെ, ഇക്ക നിങ്ങളില്ലാത്തൊരു ജീവിതം എനിക്കില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ ഓളെ മുതൽ ഇടി കിട്ടുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഓളും ചെയ്യും നമ്മളെ സ്കോപ്പിങ്ങിന് വേണ്ടി അങ്ങനെ പറയും. അങ്ങനെ ആകാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് സ്നേഹമാകാൻ പാടില്ല. പരസ്പരം കളങ്കമില്ലാത്ത സ്നേഹം
നിങ്ങൾ അവർക്ക് നൽകിയാൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇഷ്ടം നിങ്ങൾ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തന്റെ അള്ളാഹുവിന്റെ റസൂൽ തിരഞ്ഞെടുത്ത പുതിയാപ്പടയാണ് അലി ബിൻ അബീ ത്വാലിബ് തങ്ങൾ. വലിയ സമ്പന്നനൊന്നുമില്ല. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഫാത്തിമ ബിബിയോട് ചോദിച്ചു, മോളെ ഫാത്തിമ, ഫാത്തിമ നിന്റെ ജീവിതം എങ്ങനെയുണ്ട്? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ, മദീനയുടെ നേതാവിന്റെ പൊന്നുമോള് ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലെ കോടീശ്വരന്മാർ വന്ന് വിവാഹം ചോദിച്ചു. നബിയേ, നിങ്ങളുടെ പൊന്നുമോളെ ഞങ്ങൾക്ക് കെട്ടിച്ചു തരൂ. ഒരുപാട് പണച്ചാക്കുകൾ വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തില്ല. നബി തങ്ങളെ തിരഞ്ഞെടുത്തതാരെയും അറിയോ? എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുപോയ മഹാനായ അലിയാര് തങ്ങളെയാ തിരഞ്ഞെടുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആല എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടെന്നറിയോ? ആ പട്ടിണി കിടന്നപ്പോ നബി തങ്ങള് മകളെ കാണാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, മോളെ ഫാത്തിമ, നിനക്ക് എങ്ങനെയുണ്ട് മോളെ? നിനക്ക് എങ്ങനെയുണ്ട് പൊന്നുമോള്? ഒന്ന് ചിന്തിക്കേണ്ട ചെറുപ്പക്കാരാ, വാപ്പാ ഒന്ന് ചിന്തിക്കാൻ